ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലത്തിന്റെ ഒരു നാവ് മാത്രം ഒരു ആഫ്രിക്കൻ ആനയോളം തൂക്കം വരും. അതിന്റെ ഹൃദയത്തിന് ഒരു ചെറിയ കാറിന്റെ വലിപ്പമുണ്ട്. ശ്വാസമെടുക്കാൻ അത് ജലപ്പരപ്പിലേക്ക് വരുമ്പോൾ ഉയരുന്ന ജലധാര ഒരു ബഹുനില കെട്ടിടത്തെക്കാൾ ഉയരത്തിൽ പതിക്കും. അങ്ങനെ ഒരു മഹാത്ഭുതത്തെ, കടലിലെ ഈ രാക്ഷസ ജീവികളെ ഒരു സാധാരണ മനുഷ്യൻ വേട്ടയാടി പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമില്ലേ? തീർച്ചയായും ഉണ്ട്. ഒരു ഉറുമ്പ് ആനയെ വീഴ്ത്താൻ പോകുന്നത് പോലെയുള്ള ഒരു മഹാത്ഭുതം. ആ അത്ഭുതമാണ് മനുഷ്യൻ തന്റെ ബുദ്ധിശക്തി കൊണ്ടും ചങ്കൂറ്റം കൊണ്ടും നൂറ്റാണ്ടുകളായി കടലിൽ എഴുതി ചേർത്തത്. മനുഷ്യനും തിമിംഗലങ്ങളും തമ്മിൽ സമുദ്രത്തിൽ നടത്തിയ ഇതിഹാസ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം. കടൽ പ്രക്ഷുബ്ധമായി ഇരമ്പുമ്പോൾ ആർത്തിരമ്പുന്ന തിരമാലകൾക്ക് മുകളിലൂടെ മരക്കപ്പലുകളിലും ചെറിയ തോണികളിലും ജീവൻ പണയം വെച്ച് മനുഷ്യർ ഈ ഭീമന്മാരെ തേടിയിറങ്ങി. ഒരായുധവും ആധുനിക സാങ്കേതിക വിദ്യയുമില്ലാത്ത പുരാതന കാലത്ത് കേവലം കല്ലും എല്ലും കൊണ്ടുണ്ടാക്കിയ മൂർച്ചയുള്ള കുന്തങ്ങൾ, ഇവയെ ഹാർപൂണുകൾ എന്ന് പറയുന്നു. ഈ ഹാർപൂണുകളും കയ്യിലെന്തിയാണ് മനുഷ്യൻ ഈ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. ദക്ഷിണ കൊറിയയിലെ ബങ്കുഡെ പാറകളിൽ 10,000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ വരച്ചിട്ട ചിത്രങ്ങളിൽ പോലും ഈ അത്ഭുത പോരാട്ടത്തിന്റെ ആവേശം തെളിഞ്ഞു കാണാം. വിശപ്പിന്റെയും അതിജീവനത്തിന്റെയും വിളിയായിരുന്നു അന്ന് ആ മനുഷ്യരെ ആ നീലക്കടലിലെ ഭീകരന്മാർക്ക് മുന്നിലേക്ക് നയിച്ചത്. വിശപ്പിന്റെ വിളിയിൽ ആരംഭിച്ച ആ പോരാട്ടം നൂറ്റാണ്ടുകൾക്കിപ്പുറം മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെ ചോരക്കളിയായി മാറുകയായിരുന്നു. 17ഉം 18ഉം നൂറ്റാണ്ടുകളിൽ അറ്റ്ലാന്റിക് സമുദ്രം മനുഷ്യനും തിമിംഗലങ്ങളും തമ്മിലുള്ള മഹാപോരാട്ടങ്ങൾക്ക് സാക്ഷിയായി. തിമിംഗലങ്ങൾക്കായി അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും വമ്പൻ മരക്കപ്പലുകൾ മാസങ്ങളോളം കടലിൽ അലഞ്ഞു തിരിഞ്ഞു. കടലിന്റെ അഗാധതയിൽ നിന്നും ഒരു മല പോലെ തിമിംഗലം പൊന്തി വരുമ്പോൾ കപ്പലിലെ വേട്ടക്കാർ ചെറിയ വള്ളങ്ങളിൽ ഇറങ്ങി അതിനടുത്തേക്ക് തുഴയും. ശ്വാസമടക്കി പിടിച്ചുള്ള ആ നിമിഷങ്ങൾ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. തൊട്ടടുത്തുള്ളത് ഒരൊറ്റ വാലനക്കം കൊണ്ട് തങ്ങളെ കടലിന്റെ അടിത്തട്ടിലേക്ക് ചവിട്ടിത്താഴ്ത്താൻ ശേഷിയുള്ള ഒരു ഭീമൻ. ജീവനും മരണത്തിനുമിടയിലുള്ള ആ നൂൽപാലത്തിൽ നിന്നുകൊണ്ട് വേട്ടക്കാരൻ തന്റെ കയ്യിലെ ഹാർപൂൺ തിമിംഗലത്തിന്റെ ശരീരത്തിലേക്ക് സർവ്വശക്തിയും എടുത്ത് എറിയുന്നു. അവിടെ നിന്നാണ് യഥാർത്ഥ ചോരത്തിളപ്പുള്ള പോരാട്ടം തുടങ്ങുന്നത്. മുറിവേറ്റ തിമിംഗലം ജീവന് വേണ്ടി കടലിന്റെ അടിത്തട്ടിലേക്ക് കുതിച്ചുപായും. ഹാർപൂണിൽ കെട്ടിയ കയറുകൾ കപ്പൽ വള്ളങ്ങളെയും വലിച്ച് മണിക്കൂറിൽ മൈലുകളോളം വേഗത്തിൽ കടലിലൂടെ പറക്കും. ഇതിനെ നാൻഡുക്കെറ്റ് സ്ലീ റോഡ് എന്നാണ് വേട്ടക്കാർ വിളിച്ചിരുന്നത്. കടൽ വെള്ളം ചോരയാൽ ചുവന്നു തുടുക്കും വരെ ആ ഭീമൻ ജീവൻ വെടിഞ്ഞ് ശാന്തനാകും വരെ മണിക്കൂറുകൾ, ചിലപ്പോൾ ദിവസങ്ങൾ നീളുന്ന യുദ്ധം. എന്നാൽ ഒരു ചോദ്യം മാത്രം ബാക്കിയാകുന്നു. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മനുഷ്യൻ എന്തിനാണ് ഈ ഭീമന്മാരെ ഇത്ര നിർദ്ദയമായി പിന്തുടർന്നത്? അത് മനുഷ്യന്റെ വിശപ്പ് മാറ്റാനായിരുന്നു? തിമിംഗല മാംസത്തോടുള്ള പ്രിയമായിരുന്നോ കാരണം? ഒരിക്കലുമല്ല. ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ നിയന്ത്രിക്കുന്ന ചില പ്രധാന വാണിജ്യ ആവശ്യങ്ങൾ തിമിംഗല വേട്ടയ്ക്ക് പിന്നിലുണ്ടായിരുന്നു. ലളിതമായി പറഞ്ഞാൽ, പെട്രോളിയവും പ്ലാസ്റ്റിക്കും കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള ലോകത്ത് ഇന്നത്തെ അസംസ്കൃത എണ്ണയ്ക്ക് പകരമായി വ്യവസായ ലോകം ആശ്രയിച്ചിരുന്നത് തിമിംഗലങ്ങളെ ആയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിമിംഗലത്തിന്റെ കൊഴുപ്പിൽ നിന്നും പിന്നെ തലച്ചോറിൽ നിന്നും എടുത്തിരുന്ന എണ്ണയായിരുന്നു. വൻതോതിൽ ഫാക്ടറികളും യന്ത്രങ്ങളും ഉയർന്നു വന്ന വ്യാവസായിക വിപ്ലവത്തിന്റെ കാലത്ത് ആ യന്ത്രങ്ങൾ സുഗമമായി പ്രവർത്തിക്കാൻ ആവശ്യമായ ഏറ്റവും മികച്ച ലൂബ്രിക്കന്റ് തിമിംഗല എണ്ണയായിരുന്നു. കേടുപാടുകൾ കൂടാതെ ഉയർന്ന ചൂടിനെ പ്രതിരോധിക്കാൻ ഇതിന് കഴിഞ്ഞിരുന്നു. മറ്റൊരു പ്രധാന ആവശ്യം വെളിച്ചമായിരുന്നു. 20-ാം നൂറ്റാണ്ടിന് മുൻപ് ലോകത്തിലെ വൻ നഗരങ്ങളിലെ തെരുവ് വിളക്കുകളും വീടുകളും പ്രകാശിപ്പിച്ചിരുന്നത് തിമിംഗല എണ്ണ ഉപയോഗിച്ചായിരുന്നു. പ്രത്യേകിച്ച് സ്പേം തിമിംഗലങ്ങളുടെ തലയിൽ നിന്ന് ലഭിച്ചിരുന്ന സ്പെർമാസെറ്റി എന്ന ശുദ്ധമായ മെഴുകുപോലുള്ള ദ്രാവകം പുകയില്ലാത്തതും കടുത്ത വെളിച്ചം നൽകുന്നതുമായ മെഴുകുതിരികൾ ഉണ്ടാക്കാൻ വൻതോതിൽ ഉപയോഗിച്ചു. ഇതോടൊപ്പം സോപ്പുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പെയിന്റുകൾ, മാർഗരൈൻ എന്ന പ്രത്യേകതരം വെണ്ണ എന്നിവയുടെ നിർമ്മാണത്തിനും ഈ എണ്ണ അത്യാവശ്യമായിരുന്നു. എണ്ണ കൂടാതെ തിമിംഗലത്തിന്റെ വായുടെ മുകൾ ഭാഗത്തുള്ള ബലീൻ എന്നറിയപ്പെടുന്ന കട്ടിയുള്ളതും എന്നാൽ വളയ്ക്കാൻ കഴിയുന്നതുമായ അസ്ഥിപാളികൾക്ക് വലിയ വാണിജ്യ മൂല്യമുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഇലാസ്തികതയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യൻ ആശ്രയിച്ചിരുന്നത് ഇതിനെയായിരുന്നു. സ്ത്രീകളുടെ വസ്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള കോർസെറ്റുകൾ, കുടകളുടെ കമ്പികൾ, ചാട്ടകൾ, തൊപ്പികൾ, ആഭരണ പെട്ടികൾ എന്നിവയെല്ലാം നിർമ്മിച്ചിരുന്നത് ഈ ബലീൻ പാളികൾ ഉപയോഗിച്ചായിരുന്നു. ഇവയ്ക്കെല്ലാം പുറമെ സുഗന്ധദ്രവ്യ വ്യവസായത്തിൽ സ്വർണത്തെക്കാൾ വിലയുണ്ടായിരുന്ന ആംബർഗ്രീസ് എന്ന അപൂർവ വസ്തു ലഭിച്ചിരുന്നതും സ്പേം തിമിംഗലങ്ങളുടെ ദഹന വ്യവസ്ഥയിൽ നിന്നായിരുന്നു. സുഗന്ധദ്രവ്യങ്ങളുടെ സുഗന്ധം ദീർഘനേരം നിലനിർത്താൻ ഇതിനോളം മികച്ച മറ്റൊന്നുമില്ലായിരുന്നു. ഇതിന് മലയാളത്തിൽ തിമിംഗല ഛർദി എന്ന് പറയും. ഇത് നാം പലപ്പോഴും വാർത്തകളിൽ കാണാറുണ്ട്. ചുരുക്കത്തിൽ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ലോകത്തെ വൻ ശക്തികളുടെ സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിച്ചിരുന്ന പ്രകൃതിദത്ത ഇന്ധനവും അസംസ്കൃത വസ്തുവും തിമിംഗലങ്ങളായിരുന്നു. വൻ ലാഭം കൊയ്യാവുന്ന ഒരു ആഗോള ബിസിനസ് എന്ന നിലയിലാണ് മനുഷ്യൻ സ്വന്തം ജീവൻ പണയം വെച്ചും കടലിലെ ഈ ഭീമന്മാരെ
വാണിജ്യാടിസ്ഥാനത്തിൽ വേട്ടയാടിയത്. അങ്ങനെ ചരിത്രത്തിൽ ഇതിഹാസങ്ങളായി മാറിയ പല തിമിംഗല വേട്ടകളുമുണ്ട്. എന്നാൽ ഞാൻ മറ്റൊരു സംഭവം പറയാം. ഒരു തിമിംഗലം വേട്ടക്കപ്പലിനെ തിരിച്ചു വേട്ടയാടിയ അപൂർവ സംഭവം. വിഖ്യാത നോവലായ മോബി ഡിക്ക് എന്ന കൃതിക്ക് പ്രചോദനമായ 1820 നടന്ന എസ്സെക്സ് കപ്പൽ ദുരന്തം. അമേരിക്കയിലെ മസാച്യുസെറ്റ്സിലുള്ള നൻഡക്കിൽ നിന്നും 20 ജീവനക്കാരുമായി പുറപ്പെട്ട ഈ തിമിംഗല വേട്ടക്കപ്പലിനെ പസഫിക് സമുദ്രത്തിന്റെ മധ്യത്തിൽ വെച്ച് ഒരു തിമിംഗലം ആക്രമിച്ചു. ഏകദേശം 85 അടി നീളമുള്ള ഒരു ഭീമാകാരനായ സ്പേം തിമിംഗലമായിരുന്നു അത്. കടലിൽ മനുഷ്യർ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്കൊക്കെയും പ്രകൃതി കണക്കു തീർക്കും പോലെ ഒരു പ്രതികാരം. കപ്പലിനെ മനഃപൂർവ്വം 2 തവണ വന്നിടിക്കുകയും ആ ശക്തമായ ആക്രമണത്തിൽ തകർന്ന കപ്പൽ പൂർണ്ണമായി മുങ്ങുകയും ചെയ്തു. കപ്പൽ നഷ്ടപ്പെട്ട ജീവനക്കാർ 3 ചെറിയ വഞ്ചികളിലായി സമുദ്രത്തിൽ ഒറ്റപ്പെട്ടു. അടുത്തുള്ള ദ്വീപുകളിൽ നരഭോജികൾ ഉണ്ടെന്ന ഭയം കാരണം അവർ വളരെ അകലെയുള്ള തെക്കേ അമേരിക്കൻ തീരത്തേക്ക് തുഴയാൻ തീരുമാനിച്ചു. ദിവസങ്ങൾ നീണ്ട യാത്രയിൽ ഭക്ഷണവും വെള്ളവും തീർന്ന് അവർ കടുത്ത പട്ടിണിയിലായി. വിശപ്പ് സഹിക്കവയ്യാതെ യാത്രാമധ്യേ മരിച്ച സഹപ്രവർത്തകരുടെ മൃതദേഹങ്ങൾ വരെ അവർക്ക് ഭക്ഷണമാക്കേണ്ടി വന്നു. എന്നാൽ അതിനുശേഷമായിരുന്നു ഏറ്റവും ഭീകരമായ ചില രംഗങ്ങൾ അരങ്ങേറിയത്. ശവശരീരങ്ങൾ തീർന്നതോടെ വിശപ്പിന്റെ വിളി അവരെ കൊണ്ട് മറ്റു ചിലത് കൂടി ചെയ്യാൻ പ്രേരിപ്പിച്ചു. പരമാവധി ദിവസം ജീവൻ നിലനിർത്താൻ കൂടെയുള്ള ആരെങ്കിലും തന്നെ കൊന്നു ഭക്ഷണമാക്കാൻ അവർ ഒരുമിച്ച് തീരുമാനമെടുത്തു. ആരാകണമെന്ന് നറുക്കിട്ട് തീരുമാനിക്കാമെന്നാണ് അവർ നിശ്ചയിച്ചത്. നറുക്കു വീണ കൂട്ടത്തിലൊരാളെ അവർ വെടിവെച്ച് കൊന്ന് ഭക്ഷണമാക്കുകയും ചെയ്തു. അതിജീവനത്തിന്റെ മഹാസമുദ്രം തുഴഞ്ഞു നീങ്ങുന്ന അവരെ ഒടുക്കം മറ്റൊരു കപ്പൽ കണ്ടെത്തി രക്ഷിച്ചു. കപ്പലിലുണ്ടായിരുന്ന 20 പേരിൽ 8 പേർ മാത്രമാണ് ആകെ ജീവനോടെ അവശേഷിച്ചത്. ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട കപ്പലിന്റെ ഫസ്റ്റ് മേറ്റ് ഓവൻ ചേസ് എഴുതിയ ഓർമ്മക്കുറിപ്പിൽ നിന്നാണ് ഈ ഭീകരമായ കഥ ലോകമറിഞ്ഞത്. ഇതേ സംഭവം ആസ്പദമാക്കി 2015 ഇൻ ദി ഹാർട്ട് ഓഫ് ദി സീ എന്ന ഹോളിവുഡ് സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ട്. എസ്സെക്സിലെ നാവികരുടെ ദുരന്തം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. എന്നാൽ തിമിംഗല വേട്ടക്കാരുടെ യഥാർത്ഥ ദുരിതം പലപ്പോഴും കടലിന്റെ ആഴങ്ങളിലും മഞ്ഞിന്റെ പാളികൾക്കിടയിലും മറഞ്ഞു കിടക്കുകയായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ഭൂമിയിലെ ഏറ്റവും വലിയ സസ്തനികളോട് പോരാടിയ മനുഷ്യരുടെ അവശിഷ്ടങ്ങളായിരുന്നു. ആർട്ടിക്കിലെ മഞ്ഞിനടിയിൽ നിന്ന് കണ്ടെടുത്ത ആ അസ്ഥികൾ അവരുടെ മരണത്തിന്റെ കഥ മാത്രമല്ല പറയുന്നത്, മറിച്ച് ജീവിച്ചിരുന്നപ്പോൾ ആ മനുഷ്യർ അനുഭവിച്ച സങ്കല്പിക്കാൻ കഴിയാത്തത്ര കഠിനമായ ശാരീരിക പീഡനങ്ങളുടെയും അധ്വാനത്തിന്റെയും നേർചിത്രമാണ്. 20ഉം 30ഉം വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരായ നാവികരുടെ അസ്ഥികളിൽ 70ഉം 80ഉം വയസ്സായ വൃദ്ധരിൽ കാണുന്നത് പോലെയുള്ള കഠിനമായ തേയ്മാനവും ക്ഷതങ്ങളും കണ്ടപ്പോൾ ശാസ്ത്രജ്ഞർ പോലും ഞെട്ടിപ്പോയിരുന്നു. തിമിംഗല വേട്ട എന്നത് കേവലം ഒരു സാഹസിക യാത്രയായിരുന്നില്ല, മറിച്ച് മനുഷ്യ ശരീരത്തിന്റെ പരമാവധി ശേഷിയെപ്പോലും ചൂഷണം ചെയ്ത കരിങ്കൽ അധ്വാനമായിരുന്നു എന്ന് ഈ കണ്ടെത്തലുകൾ അടിവരയിടുന്നു. ഒരു തിമിംഗലത്തെ കടലിൽ വെച്ച് കണ്ടെത്തുന്നത് മുതൽ അതിനെ കരയിലെത്തിക്കുന്നത് വരെയുള്ള ഓരോ നിമിഷവും ചോര നീരാക്കുന്ന പണിയായിരുന്നു. ഭീമാകാരമായ മരക്കപ്പലുകളുടെ കഠിനമായ പായ്മരങ്ങൾ വലിച്ചു കെട്ടുന്നതും ഭാരമേറിയ നങ്കൂരങ്ങൾ കൈകൊണ്ട് കറക്കി ഉയർത്തുന്നതും തന്നെ മണിക്കൂറുകൾ നീളുന്ന കഠിനമായ പേശീബലം ആവശ്യപ്പെടുന്നവയായിരുന്നു. ഇതിലും ഭീകരമായിരുന്നു ഒരു തിമിംഗലത്തെ വേട്ടയാടി കഴിഞ്ഞാലുള്ള അവസ്ഥ. ടൺ കണക്കിന് ഭാരമുള്ള തിമിംഗലത്തിന്റെ ജഡം കപ്പലിനോട് ചേർത്ത് നിർത്തി അതിന്റെ കട്ടിയേറിയ കൊഴുപ്പ് പാളികൾ മൂർച്ചയേറിയ വലിയ കത്തികൾ കൊണ്ട് മുറിച്ചെടുക്കുന്നത് നാവികർ തന്നെയാണ്. മരവിപ്പിക്കുന്ന തണുപ്പിൽ ആടിയുലയുന്ന കപ്പലിന്റെ ഡെക്കിൽ നിന്നുകൊണ്ട് ഭാരമേറിയ മാംസകഷ്ണങ്ങൾ വലിയ കൊളുത്തുകളിൽ കോരി വലിച്ച് കപ്പലിനകത്തെ ഭീമൻ അടുപ്പുകളിലേക്ക് മാറ്റണമായിരുന്നു. ഈ നിരന്തരമായ കഠിനാധ്വാനം അവരുടെ നട്ടെല്ലിലെയും തോളിലെയും അസ്ഥികൾക്ക് കടുത്ത ആഘാതം ഉണ്ടാക്കുകയും അസ്ഥികൾ തമ്മിൽ ഉരസി പ്രായമാകുന്നതിന് മുൻപ് തന്നെ അവ തേഞ്ഞു തീരാൻ കാരണമാവുകയും ചെയ്തു. അസ്ഥികളിലെ ഈ ക്ഷതങ്ങൾക്ക് പിന്നിൽ മറ്റൊരു പ്രധാന കാരണം സ്കർവി പോലുള്ള രോഗങ്ങളായിരുന്നു. മാസങ്ങളോളം കടലിൽ കഴിയേണ്ടി വരുന്നത് കൊണ്ട് ഇവർക്ക് പച്ചക്കറികളോ പഴങ്ങളോ ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്ന വൈറ്റമിൻ സിയുടെ അഭാവം ശരീരത്തിലെ അസ്ഥികളുടെയും സന്ധികളുടെയും ബലക്ഷയത്തിന് കാരണമായി. ഇതിനോടൊപ്പം കപ്പലുകളിൽ ശരിയായ വായു സഞ്ചാരമില്ലാത്ത കട്ടിലുകളിൽ കഠിനമായ തണുപ്പിൽ ഇടുങ്ങിയ സ്ഥലത്ത് കിടന്നുറങ്ങേണ്ടി വന്നത് അസ്ഥികളിലെ കോശങ്ങളുടെ വളർച്ചയെ ദോഷകരമായി ബാധിച്ചു. ചെറിയ വീഴ്ചകൾ പോലും ഇവരുടെ അസ്ഥികളിൽ വലിയ ഒടിവുകൾ ഉണ്ടാക്കി. ആ ഒടിവുകൾ ശരിയായി ഉണങ്ങാത്തത് കൊണ്ട് പലരും കടുത്ത വേദനയോടെയാണ് ദിവസവും ജോലി ചെയ്തിരുന്നത് എന്ന് അസ്ഥികളുടെ പുനർനിർമ്മാണ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കടലിലെ അതിശക്തമായ തണുപ്പും ഈ അസ്ഥിക്ഷതങ്ങൾക്ക് ആക്കം കൂട്ടി. 0 ഡിഗ്രിക്ക് താഴെയുള്ള തണുപ്പിൽ സന്ധികളിലെ ദ്രവം കട്ടിയാവുകയും ആ അവസ്ഥയിൽ കഠിനമായ ജോലികൾ തുടർച്ചയായി ചെയ്യുമ്പോൾ സന്ധികൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഒടുവിൽ മഞ്ഞിനടിയിൽ മരവിച്ചുപോയ ആ ചെറുപ്പക്കാരുടെ അസ്ഥികൾ പരിശോധിച്ചപ്പോൾ ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞത് ഒന്നു മാത്രം: തിമിംഗല വേട്ടക്കാരൻ നേടിയ ഓരോ തുള്ളി എണ്ണയ്ക്ക് പിന്നിലും വിപണിയിൽ അവർക്ക് കിട്ടിയ ഓരോ പണത്തൊട്ടിന് പിന്നിലും സ്വന്തം അസ്ഥിയൊരുക്കിയുള്ള കഠിനമായ പ്രയത്നത്തിന്റെ വലിയ വില അവർക്ക് നൽകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് കടലിൽ മനുഷ്യൻ തിമിംഗലങ്ങളെ വേട്ടയാടുന്നില്ല. വംശനാശത്തിന്റെ വക്കിൽ നിന്നും അവയെ രക്ഷിക്കാൻ ലോകം മുഴുവൻ തിമിംഗല വേട്ട നിരോധിച്ചു.
ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷൻ 1982 എടുത്ത ചരിത്രപരമായ ഒരു തീരുമാനത്തെ തുടർന്നാണ് 1986 മുതൽ ഈ നിരോധനം ലോകവ്യാപകമായി നിലവിൽ വന്നത്. തിമിംഗലങ്ങളുടെ എണ്ണം വൻതോതിൽ കുറയുകയും പല വർഗങ്ങളും വംശനാശത്തിന്റെ വക്കിലെത്തുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു ഈ കർശനമായ നടപടി. ഒരു കാലത്ത് ജീവൻ നിലനിർത്താൻ തിമിംഗലങ്ങളെ വേട്ടയാടിയ മനുഷ്യവർഗം ഇന്ന് അവയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നത് ചരിത്രത്തിന്റെ ശ്രദ്ധേയമായ പരിണാമമാണ്. അതുകൊണ്ട് തന്നെ തിമിംഗല വേട്ടയുടെ കഥ അവസാനിക്കുന്നത് നഷ്ടങ്ങളുടെ കണക്കെടുപ്പിലല്ല, മറിച്ച് പ്രകൃതിയിൽ നിന്ന് പഠിക്കാനും തെറ്റുകൾ തിരുത്താനും മനുഷ്യന് കഴിയുമെന്ന പ്രത്യാശയിലാണ്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.